എൻ ജീവിതത്തിൽ സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 62-ാം സങ്കീർത്തനം വായിച്ച കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. 62-ാം സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് യദൂദുന്യ രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, 62-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് ഏറ്റു പറഞ്ഞാൽ മതി. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം അവൻ തന്നെ, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ, നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ, ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും, എത്രത്തോളം അവനെ ആക്രമിക്കും. അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്, അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്ര അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു. വായ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, വായ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം. എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാണ്. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, ഉല്ലാസത്തിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകപ്പാട് ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, പീഡനത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കലും അരുളിച്ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. കർത്താവെ ദയയും നിനക്കുള്ളതാകുന്നു, കർത്താവേ, ദൈവം നിനക്കുള്ളതാകുന്നു. നീ ഓരോരുത്തരും അവനൊരു പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. നീ ഓരോരുത്തരും അവന്റെ പ്രവൃത്തികൾക്ക് പകരം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യവാനവനൂനം, ഭക്തരിൽ വാത്സല്യവാനവനൂനം. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്നും ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം സഭാരാധനയ്ക്കായി ഞങ്ങളെ കൂട്ടുവരുത്തി. കർത്താവ് ഞങ്ങൾക്ക് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ വിവിധ ഇടങ്ങളിലാണെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരട്ടെ. വായിച്ച സങ്കീർത്തനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയും സാന്നിധ്യവും പിരിയാതിരുന്ന് ഞങ്ങൾക്ക് വേണ്ട ആത്മീയവും ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും കർത്താവ് നൽകി തന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കണം. ഇന്ന് ഞങ്ങൾക്ക് ആത്മീയമായ ശക്തിയും ബലവും ഞങ്ങൾ കൽപ്പിച്ചു തരേണ്ടതിന് വേണ്ടി ദൈവമേ, ഞങ്ങളുടെ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാം മഹത്തോട് ആകട്ടെ. ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആദിയുള്ളതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചോളണം, പരിവർത്തിക്കണം, നിയന്ത്രിക്കണം. യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. പുല്ലിനു തുല്യമി ജീവിതം വയലിൽ, പുല്ലിനു തുല്യമി ജീവിതം വയലിൽ, പൂവെന്ന പോലെതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മന
മനമേ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം സഭാരാധനയ്ക്കായി കൂടിയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവകൃപയാൽ നമുക്ക് ഇന്ന് വീണ്ടും ചില ആഴ്ചകൾ തന്നെയായി നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിപ്പാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവമോ ഇങ്ങനെ ഒരു ക്രമീകരണമെങ്കിലും നമുക്ക് നൽകി തന്ന് നമ്മൾ പ്രാർത്ഥനയിലും ആരാധനയിലും ഐക്യമെത്തിപ്പെടുവാൻ കർത്താവ് നമുക്കിടയാക്കിയല്ലോ. അവൻ്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് ദൈവം നമ്മെ വിളിച്ചെങ്കിൽ അവൻ നമ്മെ പരിപാലിക്കുവാനും നമ്മെ നടത്തുവാനും ശക്തനാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് ആരാധന. കാരണം അവനെ വിളിച്ച ദൈവത്തിൻ്റെ ഉദ്ദേശം അത് അവൻ പ്രാപിച്ചെടുക്കണമെങ്കിൽ അവൻ ആരാധിക്കാതെ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇസ്രായേൽ ഗോത്രം 12 രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആഗ്രഹിച്ച പ്രത്യാശയാണ് ഇന്ന് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അവർക്ക് അധികം പേർക്കും അത് കിട്ടിയില്ല. എന്നാൽ നമുക്കോ ആരാധിച്ചുകൊണ്ട് തന്നെ അത് പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുമ്പോൾ നാം കർത്താവിൻ്റെ വചനപ്രകാരം ആരാധനയിൽ കൂടി പ്രാപിക്കേണ്ടുന്ന വിടുതലും ദൈവിക പ്രാഗൽഭ്യവും നമുക്കിന്ന് പ്രാപിച്ചെടുക്കുവാൻ ദൈവം ഇടവരുത്തുമാറാകട്ടെ. അതിന് സ്ഥലവും സന്ദർഭവും എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് എന്നാൽ മാത്രമേ സാധിക്കൂ എന്നില്ല. പ്രതിസന്ധി വരും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് ജാതികളുടെ മധ്യത്തിലാണ്. ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നമ്മെ വേർതിരിച്ച് കർത്താവ് സഭയാക്കി തീർത്ത് ആ ജാതികളുടെ മധ്യ തന്നെ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പെരുവെള്ളത്തിൻ്റെ നടുവിൽ, ചെങ്കടലിൻ്റെ നടുവിൽ വഴിയൊരുക്കി. ആ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ അവർ എത്രയും പെട്ടെന്ന് നടന്നു കയറണം എന്ന് പലരും ചിന്തിക്കുന്നില്ല. കാരണം 2 വശത്തും സമുദ്രം ചിറ പോലെ നിൽക്കുകയാണ്. ഒരു നിമിഷം മോശയുടെ കൈ ആ വടിയോടുകൂടി പിൻവലിച്ചാൽ ആ സമയത്ത് തന്നെ ചെങ്കടൽ തിരിച്ചു വന്ന് മൂടുമെന്നുള്ളത് പലരും ചിന്തിക്കുന്നില്ല. അവർക്ക് അതൊരു യാത്ര സന്തോഷമാണ്. കാരണം ചെറിയൊരു ദൂരമല്ല, ഒരു വലിയ ദൂരമാണ് അത് കടക്കുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് എല്ലാവരും കൂടി സംസാരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുമ്പോട്ട് നീങ്ങുകയാണ്. എന്നാൽ കർത്താവിൻ്റെ കരം അതിനെ 2 വശത്തേക്കും ചിറ പോലെ നിർത്തിയിരിക്കുകയാണെന്നുള്ളത് പലപ്പോഴും പലതും ഗ്രഹിക്കുന്നില്ല. ഇതാണ് സഭാജീവിതം എന്ന് പറയുന്നത്. ദൈവസഭയിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ലോകത്തിൽ ഏതെങ്കിലും പ്രസ്ഥാനം പാതാള ഗോപുരങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുമോ? എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നാലും അവരാദ്യം പോയി മുഹൂർത്തം നോക്കും, അത് കഴിഞ്ഞ് വഴിപാട് കഴിക്കും, അവരുടെ ചില ക്രിയകളൊക്കെ ചെയ്യും. ഇതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു കാര്യം തുടങ്ങുന്നത്. എന്നാൽ നമുക്കങ്ങനെയല്ല. നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം ഞാൻ പഠിപ്പിക്കുന്നത്, എൻ്റെ കാലഗതികൾ കർത്താവിൻ്റെ കരങ്ങളിലാവും. കർത്താവാണ് തീരുമാനിക്കുന്നത് നമ്മുടെ സമയം. കർത്താവ് നമുക്ക് ഒരു കാര്യം തീരുമാനിച്ചു തന്നാൽ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇവിടെ നമുക്ക് മർമ്മങ്ങളില്ല, ഇവിടെ നമുക്ക് ഭൂമിയിൽ സ്ഥാനങ്ങളില്ല, സമയ വ്യത്യാസമില്ല. കാരണം ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവസഭയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ശത്രുവിനും സഭയിലേക്കോ സഭയുടെ പ്രവർത്തനങ്ങളിലേക്കോ നിയന്ത്രിക്കാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല, അതിന് സാധിക്കുകയില്ല. എന്നാൽ ഈ ചില ദിവസങ്ങളിൽ സാധിച്ചു. കാരണം ജനത്തിന് ഒരുമിച്ച് കൂടാൻ പറ്റാത്ത നിലയിൽ ജനത്തെ അകറ്റി നിർത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മളൊന്ന് ഏതെല്ലാം വശങ്ങളിൽ ചെതറിപ്പോയിരുന്നാലും ആരാധന എന്ന് പറയുന്നത് കൃത്രിമമല്ല, സ്വാഭാവികമാണ്. അത് ശത്രു
അത് ശത്രുവിനും അറിയാം. നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവം കണ്ട ജനം, ദൈവം മുൻകണ്ടിട്ടുള്ള ജനം അന്ത്യകാലത്ത് കർത്താവ് വിളിച്ചു കഴിയുമ്പോൾ അവരിൽ നിന്ന് പുറപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അത് ഓരോന്ന് നമ്മളൊരു ചെടി കൊണ്ടുപോയി നട്ടതിന് ശേഷം ആ ചെടിക്ക് വളവും വെള്ളമൊക്കെ ഇട്ട് അത് വളരും. അതിന് വളരുന്നതിന്, കമ്പ് വിടരുന്നതിന് പ്രത്യേക വളമുണ്ട്. ഇല തഴയ്ക്കുന്നതിന് അതിന് വളമുണ്ട്. ഇങ്ങനെ വർഷങ്ങൾ വന്നതിന് ശേഷം മുളച്ചു വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഫലം കായ്ക്കുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തു, ഇന്ന വളം ഇട്ട് കഴിഞ്ഞാൽ അത് ഫലം കായ്ക്കും. അതങ്ങനെ ആ വളമിട്ടു, അത് ഫലം കായ്ച്ചു. ഇതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവസഭയിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ദൈവം ഓരോന്ന് ചെയ്യുന്നതും ഓരോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഏറ്റവും ആദ്യം കർത്താവ് ചെയ്യുന്നത് സത്യം അറിയിക്കുക. സത്യം അറിയിക്കുക. കാരണം അതിൽ നിന്ന് എന്ത് ഫലം കിട്ടും? ഒരാളെ കൊണ്ടുപോയി ഈ ലോകപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവ് പോയി സത്യം അറിയിച്ചു, സത്യം ഗ്രഹിച്ചു. കർത്താവിൻ്റെ വചനം പറയുന്നത്, ലോകത്തിലുള്ള ഒരു മനുഷ്യനെയാണ് സത്യം അറിയിച്ചതെങ്കിൽ അവർ പ്രത്യേകിച്ച് കാര്യമൊന്നും സംഭവിക്കില്ല. എന്നാൽ ദൈവം മുൻകണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ, ദൈവം തൻ്റെ ജനമായിട്ട് ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ സത്യം അറിയിച്ചു കഴിഞ്ഞാൽ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ സകല ലോകത്തിലും ഫലം കായ്ച്ചു വരും. അപ്പോൾ തന്നെ ഫലം കായ്ക്കും. സത്യം അറിയുന്നവൻ ഫലം കായ്ക്കും. ആ ഫലം കർത്താവിന്റെ സ്തോത്രം. ആ ഫലം അപ്പോൾ കായ്ച്ചിരിക്കും. അപ്പോൾ സത്യം അറിയിക്കുന്നവൻ അത് ഫലം കായ്ച്ചിരിക്കും. അത് വ്യവസ്ഥയാണ്, അത് വേറെ കിട്ടില്ല. ഇത് നമ്മൾ പോയി ഒരു ചെടി, 2 ചെടി വെച്ചു, തെങ്ങ് വെച്ചു, അപ്പുറത്ത് കാഞ്ഞിരം വെച്ചു. കാഞ്ഞിരം നിൽക്കുന്നു, അല്ലെങ്കിൽ ആഞ്ഞിൽ നിൽക്കുന്നു. തെങ്ങിന് കൊണ്ടുപോയി വളമിട്ടു, തെങ്ങിന് തേങ്ങ പുറത്തേക്ക് വന്നു. മറ്റേ മരത്തിന് കൊണ്ടുപോയി വളമിട്ടു, അതിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. അത് തടി കൊഴുക്കും എന്നുള്ളതല്ലാതെ മറ്റ് പ്രത്യേക ഫലങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം എല്ലാ മനുഷ്യർക്കും സഹായം ചെയ്യും, സത്യം വെളിപ്പെടുത്തും. കാര്യം എന്നാൽ സത്യം വെളിപ്പെട്ടാൽ തന്നെയും ഫലം കായ്ക്കുന്ന ഒരു കൂട്ടമുണ്ട്, ഫലം കായ്ക്കാത്തൊരു കൂട്ടമുണ്ട്. അതാണ് ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അങ്ങനെ സ്വതന്ത്രമായ മനുഷ്യർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഫലം കായ്ക്കും. ഇത് കർത്താവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അടുത്ത ഭാഗം നമ്മൾ പഠിക്കുന്നത് ഒരാളെ വിശുദ്ധീകരിക്കും. കർത്താവ് വന്നാൽ വിശുദ്ധീകരിക്കും. എന്തിനു വേണ്ടിയിട്ട്? വിശുദ്ധീകരിക്കുന്നവൻ, ഇപ്പോൾ ഒരാളെ ദൈവം കണ്ടിട്ടുള്ളവനാണെങ്കിൽ അവനെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അവൻ അനുസരണം കാണിക്കും. അവനെ കർത്താവ് വിശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം അനുസരണമാണ്. സത്യത്തെ അറിഞ്ഞാൽ ഫലം കായ്ക്കും. ഇവിടെ അവനെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവൻ അനുസരിക്കും. വീണ്ടും മറ്റൊരു കാര്യമാണ്, അവൻ്റെ ജീവിതത്തിൽ എന്നും ഒരു ദുഃഖം ഉണ്ടാവും. വിശ്വാസത്തിലേക്ക് വരുന്നവന് ധാരാളം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ആ പ്രയാസങ്ങൾ, അവൻ പ്രയാസപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് മാറ്റിക്കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? കർത്താവ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടിനെ നീ അഴിച്ച് എന്നെ ഉത്സവസ്ത്രം ഉടുപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം കർത്താവ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നങ്ങൾ, ജീവിതത്തിലുള്ള പ്രതിസന്ധി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഫലം കായ്ക്കും. എന്ത് ഫലം? ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ നമ്മൾ കർത്താവ് ചെയ്യുന്നത് നോക്കിക്കൊള്ളണം. ഓരോ കാര്യങ്ങൾ. ഇതേ സത്യം അറിഞ്ഞു, ഫലം കായ്ച്ചു. ആത്മാവിനെ വിശദീകരിച്ചതോടുകൂടി
അവൻ അനുസരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ്റെ ജീവിതത്തിലുള്ള ദുഃഖം അങ്ങോട്ട് മാറ്റി. അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ദുഃഖം അങ്ങ് മാറ്റി. അതോടുകൂടി അവൻ സ്തുതിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കർത്താവ് അവനോട് അടുത്ത് ചെന്നു, അവനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് കർത്താവ് തന്നെയാണെന്ന് വിശ്വസിച്ചു. അവന് വിശ്വാസത്തിൻ്റെ ആത്മാവ് ദൈവം കൊടുത്തു. അവൻ വിശ്വസിച്ചപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നു. സക്കായി വിശ്വസിച്ചപ്പോൾ ഉടനെ പുറപ്പെട്ടു വരുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ കൊടുക്കുന്നു. അപ്പം തന്നെ ഫലം കായ്ച്ചു. അപ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിച്ചതുപോലെ ഒരു വൃക്ഷം കൊണ്ടുവച്ചതിന് ശേഷം അത് വൃക്ഷഫലമാണെങ്കിൽ പല ഫലമാണ്, പല വൃക്ഷങ്ങളുണ്ട്. എത്ര ഏതായാലും ഫലം കായ്ക്കില്ലാത്ത വൃക്ഷങ്ങളുണ്ട്. അതല്ല, എല്ലാറ്റിനും ഒരുപോലെ കർത്താവ് വളം കൊണ്ടിട്ടതിന് ശേഷം ദൈവം നോക്കും. സത്യം ഒന്ന് അറിയിച്ചു കൊടുത്തു, ഒരു വളം കൊണ്ടിട്ട് അവൻ സത്യത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചു. അവൻ്റെ ജീവിതത്തിലെ ഒരു ദുഃഖം മാറ്റി. എന്നും അവന് വേദനയുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു, അത് മാറ്റിക്കൊടുത്തു. ആ വേദന അങ്ങ് മാറ്റിയതോടുകൂടി അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവനെ ശുദ്ധീകരിച്ച് അടുത്ത വളമിട്ടു. ശുദ്ധീകരിച്ചതോടുകൂടി അവൻ അനുസരിക്കാൻ തുടങ്ങി. വീണ്ടും അവന് കർത്താവ് അടുത്ത് ചെന്ന് ആരാണെന്ന് തന്നെത്താൻ വെളിപ്പെടുത്തി. കർത്താവ് ആരാണെന്ന് വിശ്വസിക്കാനുള്ള ആത്മാവിനെ അവന് കൊടുത്തു. വിശ്വസിച്ചപ്പോൾ തന്നെ അവൻ ഫലം കായ്ച്ചു. എന്ത് കായ്ച്ചു? തൻ്റെ വസ്തുവകയിൽ പകുതി, അതായത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്തു. ഇങ്ങനെ കർത്താവ് നമ്മളൊരു വൃക്ഷത്തെ നട്ടതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ ഫലമിട്ട് ആ ഫലം പുറത്തേക്ക് വരുന്നത് പോലെ തന്നെ നമ്മൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ആരാധിക്കുക, എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക, എല്ലാവരും സൽപ്രവർത്തികൾ ചെയ്യും, എല്ലാവരും ഇന്നത് ചെയ്യണം എന്ന് കൽപ്പിക്കുമല്ല. അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പന അതാണ് ആരാധന നിന്ന് പോകാനുള്ള കാരണം. ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളെ പിടിച്ചുകൊണ്ട് പോയി അവൻ ഭയങ്കരമായിട്ട് ആരാധിച്ച് തകർത്ത് ആരാധന നടത്തിക്കൊണ്ടിരുന്നത് മനുഷ്യനാണ്. അതായത് ആ മനുഷ്യൻ അഭിഷേകം പ്രാപിച്ച നാളിൽ ആ ദേശം മുഴുവൻ അറിഞ്ഞു. അത്രമാത്രം ശക്തിയോടെ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇവിടെ നിന്ന് ദൂരദേശത്തേക്ക് പോയി. സുവിശേഷ പ്രവർത്തനത്തിന് പോയതാണ്, വേറെ ഒന്നിനും പോയതല്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയതാണ്, കുറച്ച് അകലെ പോയതാണ്. അവിടെ പോയി താനും കുടുംബമായിട്ട് താനും ഭാര്യയും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അവർ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട കുറച്ച് നാൾ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്നത് കാലിയായിട്ട്. ഒന്നുമില്ല, പ്രാപിച്ച അഭിഷേകമില്ല, ആരാധനയില്ല, സ്തുതിയില്ല, സ്തോത്രമില്ല, ഇതൊന്നുമില്ല, ഒരു കാര്യമില്ല, ഒരു കാരണം ഇല്ല. എന്ത് സംഭവിച്ചു അറിയില്ല. ഒറ്റ കാരണം ഇതേ കാണുന്നുള്ളൂ. ഒരു 2-2.5 വർഷത്തോളം, തോന്നുന്നു 2.5 വർഷത്തോളം ഒറ്റപ്പെട്ടു പോയി ജീവിക്കേണ്ടി വന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം അവൻ ഈ പ്രാപിച്ചതൊക്കെ അവിടെ പോയി. അതൊക്കെ കൃത്രിമമാണ്. അതൊക്കെയും അതായത് വെച്ചുകെട്ടെന്ന് പറയും. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെച്ചുകെട്ടെന്ന് പറയും. വെച്ചുകെട്ടൊക്കെ പോകും. പക്ഷേ ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്താൻ പോരാ. കെടുത്താൻ ഏറിയ വെള്ളങ്ങൾ, അതായത് നമ്മൾ പഠിക്കുന്നുണ്ട്, ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പ്രേമം മരണത്തേക്കാൾ ബലമുള്ളത്, മരണം പോലെ ബലമുള്ളത്, പാതാളം പോലെ കടുപ്പമുള്ളതാണ്. അത് ഭൗതികത്തിലും ആത്മീയത്തിലും എങ്ങനെയാണ്. എന്നാൽ നമ്മളിവിടെ പറയുന്നത് ആത്മീയത്തിലെ പ്രേമമാണ്. ആരുമായിട്ട്? ക്രിസ്തു എന്ന ഏകപുരുഷനുമായിട്ടുള്ള ബന്ധമാണ് ആ പറയുന്നത്. അത് ഏറിയ വെള്ളങ്ങൾ അതിനെ കെടുക്കാൻ സാധിക്കില്ല. ഏറിയ വെള്ളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും ലോകത്തിൽ വരും. ആ ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ പോകുന്നത് പോകും. എങ്ങനെ? ആരാധന നിന്ന് പോകുന്നവരുണ്ട്, അനുസരണം നിന്ന് പോകുന്നവരുണ്ട്, സ്തുതി നിന്ന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ സൽപ്രവൃത്തി നിന്ന് പോകുന്നവരുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ എന്നറിയാം. അതായത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പരമാർത്ഥ ഹൃദയം ദൈവം കൊടുക്കുക. ഒരാൾക്ക് പരമാർത്ഥ ഹൃദയം കൊടുക്കാൻ എന്ത് ചെയ്യും? ഒരാൾക്ക് പരമാർത്ഥ ഹൃദയം വേണം. എന്ത് ചെയ്യും? കർത്താവിൻ്റെ വചനം പറയുന്നത് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ കർത്താവ് ചെയ്തിരിക്കുന്നത്? ദുർമനസാക്ഷി നീങ്ങുമാറ് നിങ്ങളെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ. തൻ്റെ രക്തമാകാൻ കൊണ്ടുപോയി ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അങ്ങ് തളിച്ചത്. തളിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവനെന്ത് കിട്ടി?
പരമാർത്ഥതയും കിട്ടി. പരമാർത്ഥതയും കിട്ടിയപ്പോൾ അവനിൽ നിന്ന് ഉദിച്ചതാണ് എന്ത്? സന്തോഷം. പരമാർത്ഥതയുള്ളവർക്ക് സന്തോഷം ഉദിക്കും. ആ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ആ വൃക്ഷത്തിന് ആ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പുറപ്പെട്ടു വന്നത് സന്തോഷമാണ്. കർത്താവ് സാധനം അത് കെടുത്താൻ പറ്റുമോ? വചനം പറയുന്നത് ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്താൻ സാധിക്കില്ല. ഈ ലോകത്തിലെ മുഴുവനും നിയമങ്ങളും സകല നിയമങ്ങളും ദൈവസഭയ്ക്ക് വിരുദ്ധമായി വന്നാലും ദൈവസഭയുടെ സന്തോഷത്തെ കെടുത്താൻ സാധിക്കില്ല. കാരണം എന്താണെന്നറിയാവോ? കാരണം അത് കൃത്രിമമല്ല. കൃത്രിമമായിട്ടുള്ളത് നിന്നുപോകും. അതിനെക്കുറിച്ച് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യരെയും പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷാകാലമുണ്ട്. ആ പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കർത്താവ് സാധാരണ അപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നമ്മളീ പറയുന്ന ആരാധന, ഒരു ഡ്രമ്മും ഒരു ഹാളും അതിനെ തുടർന്നുള്ള ടാമ്പറിനും കുറച്ച് ആളുകളും കൂടി അത് ആരാധന, അതൊക്കെ ആരാധനയുടെ കൂട്ടങ്ങൾക്കൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന് തെറ്റൊന്നുമല്ല പറയുന്നത്. ഇതിങ്ങനെ 1, 2, 3 അല്ല, ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും പെരുകിയിരിക്കുന്ന കാലമാണ്. അതെല്ലാം പരമാർത്ഥം തന്നെ ആയിരിക്കട്ടെ. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത് ഇതാ പെരുവെള്ളം വരും, ഏറിയ വെള്ളം വരും. ആ ഏറിയ വെള്ളം വരുമ്പോഴും ഈ ആരാധനയ്ക്ക് മുടക്കം വരാതിരുന്നു കഴിഞ്ഞാൽ ആ ആരാധന കൃത്രിമമല്ല. ആ ആരാധന ദൈവം നട്ട് വളർത്തി പരിപാലിച്ച് ഫലം കായ്ച്ചതാണ്. കൃത്രിമമായതുകൊണ്ട് ഫലം കായ്ക്കുന്നതുണ്ട്. ഫലം കായ്ക്കുന്ന ആരാധന എന്ന് പറയുന്നത് ഒരു മനുഷ്യനും നിർത്തിക്കളയാൻ പറ്റില്ല. ഒരു മനുഷ്യനും. കർത്താവിന് സ്തോത്രം. അവന് ഒറ്റയ്ക്കല്ല, അവനെ ഏത് അവസ്ഥയിൽ എവിടെ കൊണ്ടുപോയിരുന്നാലും അവൻ്റെ ആരാധനയ്ക്ക് ഭംഗം വരുത്തുവാൻ ശത്രുവിന് സാധിക്കില്ല. അത് തെളിയിക്കുന്ന കാലഘട്ടമാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ഇത് നമ്മുടെ മേലെയുള്ള വെല്ലുവിളിയാണ്. പലരും വിളിച്ച് പ്രകാരം പറഞ്ഞു. പല ജീവിതങ്ങളും വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ കാണുന്നില്ല, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, എല്ലാം അങ്ങോട്ട് കെട്ടുപോയതുപോലെ. എന്തിനു കിടണം? ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല, സംഭവിക്കരുത്. കാരണം നമ്മെ നട്ടവൻ, മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് കനാൻ ദേശത്ത് നട്ടവൻ, അതിന് തടമെടുത്തവൻ, അതിന് വെള്ളമൊഴിച്ചവൻ, മഴ പെയ്യിച്ചവൻ, വേലി കെട്ടിയവൻ, ചക്ക് കുഴിച്ചിട്ടവൻ, കർത്താവിന് സ്തോത്രം, ഗോപുരം നാട്ടിയവൻ, വള്ളിത്തല മുറിച്ചവൻ, നല്ല മുന്തിരിക്ക് വേണ്ടി അടുത്ത് വരുമ്പോൾ, കർത്താവിന് സ്തോത്രം, നല്ല മുന്തിരിക്ക് വേണ്ടി അടുത്ത് വരുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത് അത് അവൻ കായ്ച്ചില്ല, ഇവൻ കായ്ച്ചില്ല, എനിക്ക് വളം കുറവായിരുന്നു, ഇതൊന്നും പറയണ്ട. കർത്താവിൻ്റെ കരമാണോ നട്ടത്? കർത്താവിൻ്റെ കരമാണോ പരിപാലിച്ചത്? നല്ല മുന്തിരിവള്ളിയാണോ? ദൈവം മുൻ കണ്ടിട്ടുള്ളതാണോ? ഗുണമുള്ള നല്ല ഹൃദയമാണോ? നിശ്ചയമായിട്ടും അതിൽ നിന്ന് ഫലം കായ്ക്കുന്ന ഫലമാണ് ആരാധനയുടെ ഒരു ഭാഗം. ആ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് ഭാഗം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മറ്റൊരാളിലേക്ക് നോക്കണ്ട. എനിക്ക് സത്യം വെളിപ്പെടുത്തി തന്നെങ്കിൽ ഫലം കായ്ക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നെ വിശുദ്ധീകരിച്ചെങ്കിൽ വിശുദ്ധീകരിക്കാന്ന് പറഞ്ഞാൽ എന്നറിയാവോ? അനുസരണക്കേണ്ട ആത്മാവങ്ങ് നീക്കി തരാനാ. എന്നെ അനുസരിക്കാതിരിക്കാൻ വട്ടം പിടിച്ചിരുന്ന ഒരാളുണ്ട്. അതാരാണെന്നറിയോ? അനുസരണക്കേടിൻ്റെ ആത്മാവാണ്. ആദാമും ഹവ്വയും പാപം ചെയ്ത സമയം മുതൽ, അനുസരണക്കേട് കാണിച്ച നാൾ മുതൽ മാനവരാശിയെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനമാണ്. അതിൻ്റെ അധിപതിയാണ് പിശാച്. അവൻ സകല മനുഷ്യരെയും ഈ ആത്മാവിനാൽ ബന്ധിച്ചിരിക്കുക. ഈ ബന്ധിച്ചിരിക്കുന്ന ആത്മാവ് അതുകൊണ്ട് ഒരു മനുഷ്യനും അനുസരിക്കാൻ കഴിയുന്നില്ല. ഈ അനുസരണക്കേണ്ട ആത്മാവാണ് കർത്താവ് കെട്ടഴിച്ചങ്ങ് മാറ്റി തന്നത്. മാറ്റിയതിന് ശേഷം കർത്താവ് നോക്കുക ഇവൻ എന്ത് ചെയ്യുമെന്ന്. കെട്ടഴിച്ചാൽ എന്ത് ചെയ്യും? ദൈവത്തിന് പകരം പറയുന്നത്, കെട്ടഴിച്ചവൻ ദൈവം മുൻകണ്ടിട്ടുള്ളവനാണെങ്കിൽ അനുസരിച്ചിരിക്കും. 1 പത്രോസ് 1:1 നമ്മൾ വായിക്കുന്നതാണ്. ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ അനുസരണം പ്രാപിക്കാം.
ആത്മാവ് വിശദീകരിച്ചിട്ടുണ്ടോ? അനുസരിച്ചിരിക്കും. കർത്താവിന് സ്തോത്രം. മറ്റൊന്ന്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം എല്ലാ കല്ലുകളെ പെറുക്കിക്കളഞ്ഞെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖം കിടപ്പുണ്ട്. നയമാൻ്റെ ദുഃഖം പോലെ. കുഷ്ഠരോഗ, ഉന്നത സ്ഥാനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കുഷ്ഠരോഗിയാണ്. മനുഷ്യരുടെ മുമ്പിൽ പറയാൻ കൊള്ളില്ല. വിശ്വാസത്തിലേക്ക് വരുന്നവൻ്റെ ദുഃഖമാണ്. അവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും സ്വസ്ഥമായിട്ട് തലയുയർത്തി നടക്കാൻ സാധിച്ചിട്ടില്ല. ആക്ഷേപമാണ്. അവൻ കുഷ്ഠരോഗിയാണ്. ആ കുഷ്ഠരോഗമാണ് മാറ്റിക്കൊടുത്തത്. ആ കുഷ്ഠരോഗമാണ് അങ്ങ് മാറ്റിക്കൊടുത്തത്. കർത്താവിന്റെ സ്വതം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, കർത്താവ് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നമ്മെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അനുസരണക്കേടിൻ്റെ ആത്മാവങ്ങ് മാറുകയാണ്. അപ്പോൾ തന്നെ അനുസരിക്കുക. ആ ദുഃഖം അങ്ങോട്ട് മാറ്റിക്കൊടുത്തോടുകൂടി അവൻ പറയുക, എന്തെങ്കിലും വഴിപാട് കൊടുത്ത് ഒഴിവായി പോകാൻ നയമാൻ നോക്കി. പക്ഷേ വഴിപാട് എലീശ പ്രവാചകൻ മേടിച്ചില്ല. അത് ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിഗ്രഹമൊന്നും മേടിക്കില്ല. ഒടുവിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചതിന് ശേഷം നയമാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യണം, എനിക്കൊരു ചൂട് മണ്ണ് തരണം, ഇസ്രായേലിലെ മണ്ണ്. കാരണം ഇസ്രായേലിലല്ലാതെ ഈ ലോകത്തിൽ വേറെ ദൈവമില്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഈ മണ്ണ് കൊണ്ടുപോയി എൻ്റെ ദേശത്ത് കൊണ്ടുപോയി, അന്യജാതിക്കാരുടെ ദേശമാണ്, അവിടെ ഇട്ടതിന് ശേഷം അവിടെ ഞാൻ ഒരു ആരാധന തുടങ്ങാനാണ്. ആര് പറഞ്ഞിട്ടാ? നീ ആരാധിച്ചില്ലെങ്കിൽ നിനക്ക് കുഷ്ഠരോഗം വരുമെന്ന് വ്യവസ്ഥയുണ്ടോ? ഇല്ല. സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ നീ പൊക്കോളം പറഞ്ഞതാ. സ്വതന്ത്രമായപ്പോൾ പൊക്കോളം പറഞ്ഞതാ. പക്ഷെ അവന് പോകാൻ കഴിയുന്നില്ല. കാരണം എന്താ? എലീശ പ്രവാചകൻ പറയാം, ഇനി നീ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം പ്രാർത്ഥിച്ചോളണം, ഇനി നീ എല്ലാ ദിവസവും കർത്താവിനെ സേവിച്ചോളണം, ആരാധിച്ചോളണം, പാട്ട് പാടിക്കൊള്ളണം. ഇതൊന്നും പറഞ്ഞില്ല. പക്ഷെ അവന് പോകാൻ കഴിയുന്നില്ല. അത് ദൈവം കണ്ടവൻ്റെ പ്രത്യേകതയാണ്. അതാണ് നമ്മൾ 10 പേര് കുഷ്ഠരോഗം സൗഖ്യമായി പോയതിനു ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം സന്തോഷിച്ചങ്ങ് പോയി. കുഷ്ഠരോഗം സൗഖ്യമായെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഒരു അന്യജാതിക്കാരൻ മടങ്ങി വന്നു. അവർ 10 പേരിൽ 9 പേരും സ്വജാതിക്കാരാ, ഇസ്രായേലിരാ, ഒരാൾ അന്യജാതിക്കാരനാണ്. 10 പേരും സൗഖ്യമായി അവരുടെ വഴിക്കങ്ങ് പോയി. പക്ഷെ ഒരുത്തൻ മടങ്ങി വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണു. കർത്താവ് ചോദിച്ചു, സൗഖ്യമായത് 10 പേരല്ലേ, പിന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നാൽ ഈ അന്യജാതിക്കാരനടുത്ത് മാത്രമേ വന്നോളല്ലോ, ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് പോയി. കർത്താവ് സ്തോത്രം. അവന് പോകാൻ കഴിയില്ലെന്ന്. ബാക്കി 9 പേരുടെ ആരാധന ദൈവത്തിന് വിഷയമല്ല. ദൈവം നോക്കിയതും ദൈവം വിടിവിക്കാൻ ശ്രമിച്ചപ്പോഴും ദൈവം പ്രതീക്ഷയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ ഒരുത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവൻ്റെ രട്ടഴിച്ചാൽ, അവൻ്റെ കെട്ടഴിച്ചാൽ, അവൻ്റെ അപമാനം മാറ്റിയാൽ നിശ്ചയം അവൻ്റെ വായ ദൈവത്തെ സ്തുതിക്കും എന്നുള്ളത് ദൈവം അറിയുന്നു. അത് പരമാർത്ഥയിൽ നിന്നാണ്. അത് കെടുത്തിക്കളയുവാൻ നിയമത്തിനല്ല, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അത് സാധിക്കില്ല. കാരണം അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി, ദൈവം മുൻകണ്ടിട്ടുള്ളവൻ തൻ്റെ ജീവിതത്തിലെ രട്ടഴിച്ചപ്പോൾ, അപമാനം മാറ്റിയപ്പോൾ, സങ്കടം മാറ്റിയപ്പോൾ തന്നിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണത്. കർത്താവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു, ആരാധിച്ചു. ഈ ആരാധനയെ തടുക്കാൻ ആരെ കൊണ്ടാവും? കർത്താവ് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ഓരോ കാര്യം തൻ്റെ ജനത്തിന് ചെയ്യുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. ഫാക്ടറി ബോസ് മേടിച്ചുകൊണ്ട് വന്നു, പൊട്ടാഷ്യം മേടിച്ചുകൊണ്ട് വന്നു, ഓരോന്ന് വളങ്ങൾ അവിടെ ഇരിക്കുക, എല്ലുപൊടി ഓരോന്നിരിക്കുക വലിയൊരു വശത്തിന് ശേഷം. എന്നിട്ട് അവസാനം ഈ മാസത്തിൽ ഇടണം, ഈ മാസത്തിൽ എല്ലുപൊടി ഇടണം. കാരണം അത് തെങ്ങിൻ്റെ മടലും ഇതൊക്കെ വിരിയാൻ നല്ലതാണ്. അടുത്ത മാസത്തിൽ 2 മാസം കഴിഞ്ഞാൽ പൊട്ടാഷ്യം ഇടണം, അത് ഫലം കായ്ക്കാനുള്ളതാണ്.
ഇങ്ങനെ ഓരോ വളവും കൃഷിക്കാരൻ തൈക്ക് ചെയ്യുന്നത് പോലെ ദൈവം ഇത് മുഴുവനും വെച്ചതിന് ശേഷം ഓരോന്നും, അതായത് ദൈവത്തിൻ്റെ ജ്ഞാനം അത്ര ഭയങ്കരമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ര ഭയങ്കരമാണ്. ദൈവം കൊണ്ടുവന്നതിന് ശേഷം ഓരോന്ന് കൊടുക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നത് യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടുകയും. ഒരാൾക്ക് കർത്താവ് ദൈവത്തിൻ്റെ ജനത്തിൽ നിന്ന് ദിവസം പാട്ട് പാടും, എല്ലാ പ്രാവശ്യം പാട്ട് പാടും. എന്നും അനുഗ്രഹത്തിൻ്റെ അധിപതിയെ എന്നുള്ള പാട്ട്, സർവ്വ സൃഷ്ടികളും ഒന്നായി പോഴ്ത്തിരുന്ന, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നും ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ, എന്നും ഒരു പുതിയ പാട്ടില്ല, ഒറ്റ പുതിയ പാട്ട്. ആ സഭയിൽ ഞാൻ ഇത്രയും വർഷമായി, ഞങ്ങളുടെ കുറച്ചങ്ങോട്ട് നീങ്ങിയ 10-18 വർഷമായി അവിടെ ആ സഭ വന്നിട്ട്, ഇന്ന് വരെ ഈ പാട്ടല്ല, അത് വേറെ പാട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ 2-3 പാട്ടുണ്ട്, ഇത് കേട്ടത്. അതെന്താ അതിൻ്റെ കാരണം എന്താ? 92-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത് യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടിക്കും. ഏത് പാട്ട്? പുതിയ പാട്ട്. അതെന്തിനാ പുതിയ പാട്ട് പാടണേ? അവൻ നമുക്ക് അത്ഭുതം ചെയ്തിരിക്കുന്നു. കർത്താവ് കേട്ട് പാട്ട് പാടുമ്പോൾ ഒരാൾ ടേപ്പ് റെക്കോർഡർ ഉണ്ടോ വെച്ചതിന് ശേഷം പാട്ട് കേട്ട് മടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇനി വേറൊരു കാസറ്റ് ഇടണം, വേറൊരു കാസറ്റ് ഇട്ട് ഒരു പാട്ട് കേൾക്കുന്നത് പോലെ ദൈവം ഇത് മുഴുവനും 25 വർഷമായി 50 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോഴും ആ പാടുന്ന പാട്ട് തുടങ്ങുന്നത് 2 പാട്ടിന്, അതിനൊരു പാട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അതിനൊരു പാട്ടുണ്ട്, അവസാനിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്, സ്തോത്രകാഴ്ചയ്ക്ക് ഒരു പാട്ടുണ്ട്. ഇതിങ്ങനെ കേട്ട് ഇത് ദൈവമല്ല ഇത് കേൾക്കണ്ട. ഇത് നമ്മൾ ഈ പാടുമ്പോൾ കീർത്തിക്കുന്നതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രാർത്ഥന, സ്തുതി, പാട്ട്, 3 ഭാഗങ്ങളാണ്. ദൈവത്തിലേക്ക് അല്ലേ ചെല്ലണേ. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് ഒരു പുതിയ പാട്ട് എനിക്ക് കേൾക്കണം. അതിന് കാസറ്റ് മാറി വയ്ക്കുകയല്ല ഇങ്ങനെ. കർത്താവ് എന്ത് ചെയ്യുക? അത്ഭുതം പ്രവർത്തിക്കുക. ഒരത്ഭുതം തൻ്റെ സഭയിൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തൊരു അത്ഭുതം അതിലേക്ക് പ്രവർത്തിക്കുക. ഈ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്നത് ഈ 50 പേര് ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ 100 പേരും ദൈവം കണ്ടിട്ടുള്ളതല്ലെങ്കിൽ പിറ്റേ ദിവസവും പാട്ട് അനുഗ്രഹത്തിൻ്റെ അധിപതി തന്നെ, അല്ലെങ്കിൽ സർവ്വസൃഷ്ടികളും ഒന്നായി. അപ്പോൾ തലേ ദിവസമാണ് എന്ത് പാടിയത്? തലേ ദിവസമാണ് അത്ഭുതം പ്രവർത്തിച്ചത്. കർത്താവ് വന്നിട്ട് നോക്കിയിരിക്കുക, എന്ത് കേൾക്കാൻ? പുതിയ പാട്ട് കേൾക്കാൻ. അവിടെ കേൾക്കുന്നത് എന്താ? കേൾക്കുന്നത് വഴി തന്നെ. അങ്ങനെയല്ല. കർത്താവിന് സ്തോത്രം. അന്ന പറഞ്ഞതുപോലെ അന്ന ഒരു പാട്ട് പാടി. നീ അറിയോ? അന്ന ഒരു പാട്ട് പാടി. തനിക്ക് തൻ്റെ നേർച്ച അനുസരിച്ച് ഒരു കുഞ്ഞിനെ അന്നയ്ക്ക് കിട്ടിയപ്പോൾ അന്ന ആ സന്തോഷത്തിൽ ഒരു പാട്ട് പാടി. എൻ്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. അവനൊരു പാട്ടങ്ങ പാടി. കേട്ടോ? ഡംപിച്ച് സംസാരിക്കും. കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആ വായിക്കേണ്ടതാ. അത് നമ്മൾ ധ്യാനിക്കേണ്ട പാട്ട് തന്നെയാണ്. കർത്താവിന് സ്തോത്രം. ദൈവം കേൾക്കുക. എവിടെ നിന്ന് കേൾക്കുന്നു? ദൈവം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയാണ്. ഇന്ന് കർത്താവിന് സ്തോത്രം. യെരൂശലേം ദേവാലയത്തിൽ ഇന്നൊരു വഴിപാടുണ്ട്. ദൂതന്മാർ പറഞ്ഞു, കർത്താവേ ഒരു വഴിപാടുണ്ട്. ആരുടെയാണ്? അന്നയുടെ വഴിപാടെന്താ? അവളൊരു നേർച്ച നേർന്നായിരുന്നു കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ്. ആ വഴിപാട് കർത്താവ് നിവർത്തിച്ചു കൊടുത്തായിരുന്നു. ആ നിവർത്തിച്ചു കൊടുത്ത വഴിപാടിന് അവളുടെ വാക്ക് അനുസരിച്ച് ആലയത്തിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊടുത്തേക്കാന്നാ. അതിന് ഇന്ന് അവൻ പ്രായമായി മുലകുടി മാറി. അവനെ കൊണ്ട് ആലയത്തിലേക്ക് വരുക. ആലയത്തിലേക്ക് വന്ന് കയറി കർത്താവ് പറഞ്ഞു, ഏതാ പാട്ട് കേൾക്കുന്നത്? പുതിയൊരു പാട്ട്. എല്ലാ ദിവസവും പാട്ടല്ലല്ലോ, ഇതൊരു പുതിയ പാട്ട് കേൾക്കുന്നല്ലോ. എവിടെയാ? ദേവാലയത്തിൽ, യെരൂശലേം ദേവാലയത്തിൽ പുതിയൊരു പാട്ട് കേൾക്കുന്നല്ലോ. ആ പാട്ട് വേറെ ആരുടെയല്ല, അത് ഹന്നയുടെയാണ്. അപ്പോൾ അവൾ ഭർത്താവ് കൂടെ ഉണ്ടോ? അതല്ല വിഷയം. ഭർത്താവ് കൂടിക്കഴിഞ്ഞാൽ അത് കൃത്രിമമാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അതനുഭവിച്ച ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന പാട്ടെന്ന് പറയുന്നത് രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവൻ. ആ പാട്ടിന് അതിൻ്റെതായ അർത്ഥമുണ്ട്, വിലയുണ്ട്. അത് സ്വർഗത്തിൽ മുഴങ്ങും. ആർക്കും അത് തടുത്തു വയ്ക്കാൻ സാധിക്കും? തടുത്തു വയ്ക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നല്ലോ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ ആത്മാവിൻ്റെ ആരാധനയില്ലാതെ വേണം കെട്ടുപോയതും
അനവധിമായ സങ്കടങ്ങൾ ഓരോ ജീവിതത്തിലുള്ളപ്പോൾ ഇനി എത്ര നാൾ കൊണ്ട് ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി എത്ര നാൾ കൊണ്ട് ഈ ആരാധനയിൽ വന്ന് ക്ഷീണം ഒന്ന് പരിഹരിച്ചെടുക്കും? ആർക്ക് ക്ഷീണം വന്നു? ആർക്ക് ക്ഷീണം വന്നു? ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്താൻ പോരാ, സഹോദരങ്ങളെ കെടുത്താൻ സാധിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൻ്റെ ഫലം കായ്ക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. അനുസരിക്കുന്നുണ്ട്, കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്, കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, പുതിയ പാട്ട് പാടുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. കാരണം ഇതൊന്നും ഇല്ലാതെ വരണമെങ്കിൽ എന്ത് വേണമെന്നറിയാവോ? ഉടയവൻ്റെ കരം അവനിൽ നിന്ന് മാറണം. അത് ഞാനും ഉടയവനുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ കർത്താവ് ഇന്നലെ വരെ ഇല്ലാത്ത സത്യം ഇന്ന് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ഞാൻ അടങ്ങിയിരിക്കുക, ഫലം കായ്ക്കും. ദൈവം കണ്ടവനാണെങ്കിൽ ഞാൻ ഫലം കായ്ക്കും. ദൈവം ഇന്നലത്തേക്കാൾ കൂടുതൽ ശുദ്ധീകരണം എനിക്ക് തരുക. അതുകൊണ്ട് ഞാൻ ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്ന് അനുസരിക്കുന്നുണ്ടെന്ന്. ഞാൻ പിന്നെയും ചെറിയ കെട്ടുകൾ എനിക്ക് വന്നിട്ടുള്ളത് ഓരോന്ന് കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിനെ സ്തുതിച്ച് എൻ്റെ സ്തുതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലുള്ള മാറിപ്പോകാത്ത പല വിഷയങ്ങളിലും ഇടപെട്ട് അതിനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അവൻ്റെ നാമത്തിലുള്ള ആരാധനയ്ക്ക് ഭംഗമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാറ്റിനും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ഇത്രയും തിരക്കിൻ്റെ ഇടയിലും, ഇത്രയും നിയമത്തിൻ്റെ ഇടയിലും, ഇത്രയും തടസ്സത്തിൻ്റെ ഇടയിലും എൻ്റെ ദൈവം എനിക്കൊരു അത്ഭുതം പ്രവർത്തിച്ചു. കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പുതിയ പാട്ട് പുറപ്പെട്ടു വരുന്നുണ്ട്. എനിക്കെന്ത് ക്ഷീണം, എനിക്കെന്ത് അന്വേഷണം? പാടില്ല. കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് ഭംഗം വരാൻ പാടില്ല. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ അരുളി ചെയ്തവൻ കോൺക്രീറ്റ് കെട്ടിടവും ഡ്രമ്മും കാര്യങ്ങളും എല്ലാം ഒരുക്കിയതിന് ശേഷം അവിടെ നിന്നുള്ള ആരാധന ഇപ്പോൾ കേൾക്കാമെന്ന് മാത്രമല്ല കാത്തിരിക്കുന്നത്. ഇത് മുഴുവൻ ചെതറിപ്പോയാലും ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തെ അനുസരിക്കും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് പാട്ട് പാടും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തെ ആരാധിക്കും. കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കും. കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് എവിടെ മാറ്റം? ഈ പറഞ്ഞതെല്ലാം ആരാധനയുടെ ഭാഗങ്ങളാണ്. ഈ പറഞ്ഞതെല്ലാം ഹന്ന പാട്ട് പാടിയത് ആരാധനയാണ്. അബ്രഹാം അനുസരിച്ചത് ആരാധനയാണ്. ദൈവത്തെ സ്തുതിച്ചത് ആരാധനയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ പാട്ട് പാടിയത് ആരാധനയാണ്. അനുസരിച്ചത് ആരാധനയാണ്. ദൈവത്തെ സ്തുതിച്ചത് ആരാധനയാണ്. ആരാധനയ്ക്ക് ഇത്രയും കാര്യങ്ങളാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ചെയ്തതാണ്? ആരാധനയുടെ ശക്തിക്കും ആരാധനയുടെ പൂർണ്ണതയ്ക്കും വേണ്ടി കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഓർക്കണം. സകല ഭക്തന്മാരുമായുള്ളവരെ കൂടി വരുവീൻ. അവൻ എൻ്റെ പ്രാണിന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അവൻ എനിക്ക് സത്യം വെളിപ്പെടുത്തി തന്നു, എനിക്ക് ശുദ്ധീകരണം തന്നു, എൻ്റെ നെട്ടിനെ അഴിച്ചു, എനിക്ക് അത്ഭുതം ചെയ്തു, എൻ്റെ മാറാരോഗം മാറ്റി. ഇങ്ങനെ അവൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഓർത്തുകൊള്ളണം. കർത്താവിൻ്റെ വചനം പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, ഒരു ഉപകാരവും മറക്കരുത്. കാരണം അവൻ ചെയ്ത ഉപകാരമുണ്ടെങ്കിൽ, എനിക്ക് വെളിപ്പെടുത്തുന്ന സത്യമുണ്ടെങ്കിൽ, എന്നെ ശുദ്ധീകരിച്ച ഓർമ്മ എനിക്കുണ്ടെങ്കിൽ, എനിക്ക് അത്ഭുതം ചെയ്ത ഓർമ്മയുണ്ടെങ്കിൽ, എൻ്റെ രട്ടഴിച്ച ഓർമ്മ എനിക്കുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എനിക്ക് എൻ്റെ ആക്ഷേപം മാറ്റി തന്ന ഓർമ്മ എനിക്കുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ഉണ്ടെങ്കിൽ, എൻ്റെ പാട്ട് എനിക്ക് പുതിയ പാട്ട് വന്നുകൊണ്ടിരിക്കും, പുതിയ സ്തുതി വന്നുകൊണ്ടിരിക്കും, ഞാൻ അനുസരണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ സകല ബുദ്ധിയും കവിൽ സന്തോഷം ഇനി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ സന്തോഷത്തെ കെടുത്താനോ, ഓർത്തുകൊള്ളണം, സന്തോഷത്തോടെ കെടുത്താനോ, ആ സ്തോത്രത്തെ ഇല്ലാതാക്കാനോ, ആ പാട്ടിനെ ഇല്ലാതാക്കാനോ, ആ സ്തുതിയെ ഇല്ലാതാക്കാനോ, ആ സന്തോഷത്തെ കെടുത്താനോ, ആ അനുസരണത്തെ ഇല്ലാതാക്കാനോ, ആ ഫലത്തെ ഇല്ലാതാക്കാനോ ഒരു ശത്രുവിനും സാധിക്കില്ല. ഒരാൾക്കും സാധിക്കരുത്. കർത്താവ് നമ്മെ ഇന്ന് നമുക്ക് ആക്കി വെച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്രേ ഉള്ളൂ. അവൾ തന്നാലാവത് ചെയ്തു. ഇന്ന് തന്നെ നമ്മളാലാവത് എന്ത് ചെയ്യും? എന്തുണ്ട്? അത് ചെയ്യണം.
കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് അതിൻ്റെ ലിസ്റ്റിംഗ് എടുക്കണം. ഏതെന്നറിയോ? ഒരു വൃക്ഷമിട്ട് പരിപാലിക്കുന്ന പോലെ, ഒരു വൃക്ഷത്തിൽ നിന്ന് ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്ന കൃഷിക്കാരൻ ചെയ്യുന്നത് പോലെ നമ്മെ നട്ടവൻ, സത്യമറിയിച്ചവൻ, എട്ടിനെ അഴിച്ചവൻ, ശുദ്ധീകരിച്ചവൻ, പുതിയ പാട്ട് വരത്തക്കവണ്ണം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചവൻ, നമ്മുടെ ആക്ഷേപത്തെ നീക്കി തന്നവൻ, സ്വന്തം രക്തത്താൽ പരമാർത്ഥതയെ നമുക്ക് തന്നവൻ, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്: സമ്പൂർണ്ണ ആരാധന, പരമാർത്ഥതയുടെ ആരാധന. അതായത് പഴയ നിയമത്തിൽ ആരാധനയല്ല, പിന്നെയോ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ഏതിനു വേണ്ടി ആരാധിക്കാൻ നമ്മെ പ്രാപ്തമാക്കിയെങ്കിൽ, ജഡപ്രകാരമുള്ള ആരാധനയ്ക്ക് പ്രാപ്തിയാണെങ്കിൽ, ജഡീക ശുദ്ധി വരുത്തിയിരുന്നുവെങ്കിൽ, നിഷ്കളങ്കനായി നിത്യാത്മാവിനാൽ തന്നെത്താൻ സമർപ്പിച്ച കുഞ്ഞാടിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണത്തിൽ നിന്ന് വരുന്ന ആരാധനയ്ക്ക് പങ്കു നിൽക്കുവാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയില്ല. ഇന്ന് ഓർമ്മയായിരിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ അത് പഠനമായിരിക്കട്ടെ. കർത്താവേ, ഞാൻ നിന്നോടുള്ള ആരാധനയിൽ കർത്താവിൻ സഹോദരം എൻ്റെ സന്തോഷം കെട്ടുപോയിട്ടുണ്ടോ? പാടില്ല. അവൻ്റെ രക്തം തളിച്ച് നമുക്ക് പരമാർത്ഥ ഹൃദയം തന്നത് സന്തോഷിക്കാനാണ്. ആ സന്തോഷത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരേണ്ടതാ. എന്താണ് കൊലോസ്യ ലേഖനം പറയുന്നത്? നിങ്ങളെ ഈ അന്ധകാരത്തിൽ ലോകത്തിൽ വിടുവിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് സന്തോഷത്തോടെ സ്വതം പറയണം. അതിനു വേണ്ടിയിട്ടാണ് പരമാർത്ഥതയും തന്നെ. നമുക്ക് തൻ്റെ രക്തത്താൽ പരമാർത്ഥതയും തന്നവൻ, സുവിശേഷത്തിൽ കൂടി സത്യം അറിയിച്ചു തന്നവൻ, ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരണം തന്നവൻ, നമ്മുടെ ആക്ഷേപത്തെ നീക്കി നമ്മുടെ രോഗത്തെയും ഭാരത്തെയും എല്ലാം നീക്കി തന്നവൻ, അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചവൻ, കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കാൻ തക്കവണ്ണം വിശ്വാസം വർദ്ധിപ്പിച്ചു തന്നവൻ, വിശ്വാസത്തിൻ്റെ ആത്മാവിനെ തന്നവൻ, നമ്മിൽ നിന്ന് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അത് ചില കൂട്ടം കാര്യങ്ങളുണ്ട്, അതെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കണം, ഇന്ന് എൻ്റെ ആരാധനയിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട്, ശത്രുവിന് അത് കെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നവരാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യരെയും പരീക്ഷിക്കാനുള്ള പരീക്ഷാകാലം വരാൻ പോകുന്നു. ഇപ്പോഴല്ല. ഇപ്പോഴെന്നാ കുഴപ്പം? ഇപ്പം എല്ലാ സൗകര്യമുണ്ട്. ഭക്ഷണമുണ്ട്, താമസ സൗകര്യമുണ്ട്, പീഡകളില്ല, പ്രശ്നങ്ങളില്ല, എല്ലാം ഉള്ള സന്തോഷമായിട്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മാറും. ഈ കാര്യങ്ങളൊക്കെ മാറിയതിനു ശേഷം ദൈവം നട്ട തൈക്ക് ദൈവം ആഗ്രഹിക്കുന്ന പ്രതിഫലം, ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുന്ന ഒരു ദിവസത്തിന് വേണ്ടി ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ആ ദിവസം വരുന്നതിന് മുമ്പേ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്ത് നമ്മുടെ ആരാധന ക്രമത്തിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ പൊൻവീര്യമോ അല്ല മറുവിലയായി, എൻ പേർക്കു യാഗമായി തീർന്നവനാം, ദൈവ തലനെ വീണ്ടതിനാൽ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്നേ തലനെ വീണ്ടതിനാലതി ദുഃഖിതനായി ഭൂവിൽ തീർന്നു ഞാൻ. വൻപീഡയാൽ വലഞ്ഞിടും നാൾ എന്നേശുമാർവദീനാശ്വാസം കൊണ്ടു നിത്യം പാടും മോദമായി സ്തുതി സ്തോത്രം യേശുവിന് കൊണ്ടു നിത്യം പാടും.
മോദമായി സ്തുതി സ്തോത്രം യേശുവിന് ഞാൻ പാടുമിന്ന മോദ കുഞ്ഞാട്ടിൻ വിലയേറിൻ്റെ തലനെ വീണ്ടതിന ദൈവ കുഞ്ഞാട്ടിൻ വിലയേറിൻ്റെ തലനെ വീണ്ടതിന. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുവാൻ കഴിഞ്ഞത് സമയം മുൻപോട്ട് പോയിരിക്കുന്നു. 62-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഞാൻ എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തെ നോക്കി കാത്തിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ, ഒരു പ്രാണൻ്റെ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്താണ് ഒരു പ്രാണൻ്റെ ആശ്വാസം? എവിടെ നിന്ന് വരും? കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പലതും ചിന്തിക്കുന്നു, പലതും സംസാരിക്കുന്നു, പലതും പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിനോട് ആശ്വാസം പറയാൻ കഴിവുള്ളവൻ ആരാ? കർത്താവിന്റെ സ്തോത്രം. ഉള്ളിലെ നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. നമ്മൾ പറഞ്ഞാൽ പോരാ. അതാണ് സങ്കീർത്തനക്കാരൻ ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയാകുന്നുവെന്ന് കർത്താവേ നീ എൻ്റെ പ്രാണനോട് പറയണമേ. കാരണം ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഒരു മനുഷ്യൻ ജഡത്തിന് കീഴ്പ്പെട്ട് നോക്കുമ്പോൾ, മനുഷ്യൻ ജഡത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവനെ സംബന്ധിച്ച് ശരിയാന്ന് തോന്നും. എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ ഇന്നെല്ലാം ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അവനെ സംബന്ധിച്ച് അവൻ തെറ്റ് കാണുന്നില്ല. കാരണം ജഡപ്രകാരമുള്ള മനുഷ്യൻ സുബോധമില്ലാത്തവൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം. ജീവൻ വരുന്ന സകല മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഭ്രാന്തണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ പ്രാണൻ ദൈവം മുൻകണ്ടിട്ടുള്ളതാണെങ്കിൽ എപ്പോഴും ഒരു ശബ്ദത്തിന് വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഏത് ശബ്ദത്തിന് വേണ്ടി? കർത്താവിന്റെ സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്, എൻ്റെ പ്രാണനെ ആശ്വസിപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ എന്നോടകന്നിരിക്കുന്നു. എൻ്റെ പ്രാണനെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസപ്രദൻ എന്നോടകന്നിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ പ്രാണനെ ആശ്വസിപ്പാൻ കഴിവുള്ളവൻ കർത്താവ് മാത്രമാണ്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, കർത്താവ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. മനുഷ്യന് എത്ര പറഞ്ഞാലും, നമ്മൾ 42-ാം സങ്കീർത്തനം പഠിക്കുന്നത്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്. നീ എന്തിനാ വിഷാദിച്ചുള്ളിൽ ഇങ്ങനെ ഉള്ളിൽ ഞരങ്ങണേ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു, ഇനിയും ഞാൻ അവനെ സ്തുതിക്കും. നീ ഇങ്ങനെ കിടന്ന് ഞരങ്ങല്ലേ. പക്ഷേ പ്രാണൻ ആശ്വാസം വരുന്നത് കർത്താവിൻ്റെ ശബ്ദത്തിലാണ്. ഞാൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയാവുന്നു, അടങ്ങി പാർക്കുക, ശാന്തതപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രാണൻ അടങ്ങും. നമ്മുടെ പ്രാണനെ ആശ്വസിപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ നമ്മിൽ നിന്ന് അകന്നിരിക്കാതെ അടുത്തിരിക്കട്ടെ. അടുത്തും കൂടെ വായിച്ച്. നമ്മുടെ പ്രാണനെ ആശ്വസിപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ, 62-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ രക്ഷ എന്തെല്ലാം പറഞ്ഞാലും പ്രാണൻ ആശ്വസിക്കില്ല. രക്ഷ എവിടെ നിന്ന് വരണം? ഇസ്രായേലിൻ്റെ രക്ഷ സിയോനിൽ നിന്ന് വന്നെങ്കിൽ നമ്മുടെ വിടുതൽ മനുഷ്യരിൽ നിന്നല്ല, പ്രഭുക്കന്മാരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് വരട്ടെ. നമ്മുടെ പ്രാണനെ ആശ്വസിപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ നമ്മുടെ പ്രാണനെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മുടെ ഉള്ളം, നമ്മുടെ പ്രാണൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കട്ടെ. അടുത്തത്, അവൻ തന്നെ എൻ്റെ പാറയും രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം അവൻ തന്നെ ഞാൻ ഏറെ കുലുങ്ങുകയില്ല. എൻ്റെ ഗോപുരം അവൻ തന്നെ ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. നിങ്ങൾ എല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അതായത് ഒരു മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മളെന്ന് അത് മനസ്സിലാക്കേണ്ടത്. പല ജീവിത സാഹചര്യങ്ങളും ഒരു മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക.
മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് എതിരെ പോരാടിക്കൊണ്ടിരിക്കുക. ഈ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം. കാരണം ഈ പോരാട്ടത്തിൽ ഞാൻ എന്തെങ്കിലും ജഡപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം? പ്രാണൻ അനുഭവിക്കണം. ഇതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പ്രാണൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, വിറച്ചോണ്ടിരിക്കുക. കാരണം വ്യവസ്ഥ തെറ്റിക്കഴിഞ്ഞാൽ ഈ ശൗല് രാജാവ് ദാവീദിന് എതിരെ അവനെ കൊല്ലാനുള്ള സകല വഴികളും ചെയ്തുകൊണ്ടിരിക്കും. സകല വഴി. ഇത് ശോധനയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ശൗലിന് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നേരം കിട്ടി. ഏത്? ശൗൽ രാജാവ് കിടക്കുന്നു. കൂടെ വന്ന അബീശായി ദാവീദിനോട് ചോദിച്ചു, ഞാൻ ഒരൊറ്റ കുത്തു കൊടുക്കട്ടെ? രണ്ടാമത് കുത്തില്ല. കാരണം അവനറിയാം ഒരൊറ്റ കുത്തിന് അവൻ കൊല്ലാമെന്നുള്ള ധൈര്യത്തിലാണ്. രണ്ടാമത് കുത്തില്ല. കാരണം നിന്നെ ഇത്രയും ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ, നിനക്ക് ഇത്രയും ദോഷം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഞാൻ ഒറ്റ കുത്തു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, അയ്യോ, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആര് ശിക്ഷ അനുഭവിക്കാതിരിക്കും? നീ അത് ചെയ്താൽ, നീ നിന്റെ കുന്തം കൊണ്ട് അതിനെ ആ മനുഷ്യനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ, രാജാവിനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ ആര് കണക്ക് പറയും? ആര് പറയും? അബീശായി പറയണ്ട, ദാവീദും അല്ല പറയണ. പിന്നെ ആര് പറയും? ദാവീദിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. ദാവീദിൻ്റെ ഉള്ളിൽ ഒരു പ്രാണനുണ്ട്. അതാണ് ആ ഉള്ളതെന്ന് പറഞ്ഞത്. അത് ദൈവത്തെ നോക്കി എങ്ങനെ ഇരിക്കുക? മൗനമായി ഇരിക്കുക. കാരണം ദാവീദ് ഏതെങ്കിലും തരത്തിൽ ശരി അവനെ അങ്ങ് കൊന്നുകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ഇവൻ്റെ മേൽ വരും. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്, നമുക്ക് വിവിധ സാഹചര്യങ്ങൾ വരും. മരണത്തോളം നമ്മൾ കേട്ടല്ലോ, മരണം വരെയുമുള്ള വിഷയങ്ങളാണ് വന്നിരിക്കുന്നത്. അവിടെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതെന്തായിരിക്കുന്നത്? അവൻ്റെ നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും. ഇപ്പം ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? ദാവീദ് ഇപ്പം ഇരിക്കുന്നത് എങ്ങനെയാണ്? ചാഞ്ഞ മതിൽ, ഒന്നുമില്ല, ഓടി നടക്കുക. ശത്രുക്കളെ പേടിച്ചിട്ട് ഒളിച്ച് നടക്കുകയാണ് ദാവീദ്. ജീവൻ കിട്ടിയാൽ മതി, ആരെയും ജയിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, ജീവൻ പോകാതിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഓടുക. എന്നിട്ടും മറ്റുള്ളവർ കൊല്ലാൻ നോക്കുക. കൊന്നുമില്ല. പക്ഷേ ഈ യുദ്ധം നിൽക്കും. എന്ത് ചെയ്താൽ? ദാവീദ് കയറി ഒരു അവിവേകം പ്രവർത്തിച്ചാൽ അപ്പം തന്നെ യുദ്ധം നിൽക്കും. പക്ഷേ യുദ്ധം തെറ്റ് ദാവീദിന്റെ പ്രാണൻ അനുഭവിക്കേണ്ടി വരും. ഇന്ന് ദൈവസഭയിൽ കടന്നു വന്നതിന് ശേഷം പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളാണ്. സാമ്പത്തിക ഞെരുക്കമുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, ശത്രുക്കളുടെ വിഷയങ്ങളുള്ളവരുണ്ട്, കടബാധ്യതകളുടെ വിഷയങ്ങളുള്ളവരുണ്ട്. പല തരത്തിൽ ശത്രു വളഞ്ഞിരിക്കുകയാണ് സഭയെ. ഈ സമയം ഒരൊറ്റ കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാം. ഇപ്പം എനിക്കെതിരെ വരുന്നവനോട് ഞാൻ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എൻ്റെ വാഗൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരും. പക്ഷേ എൻ്റെ പ്രാണൻ ഇത്രയും ഈ ദുരൂഹ സാഹചര്യത്തിലും, ഇത്രയും ഈ കഷ്ടതയിലും, ഇത്രയും ഞെരുക്കം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ പ്രാണൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുകയാണ്. കാരണം ഈ പ്രതിസന്ധിയിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? കാരണം എന്ത് ചെയ്താലും അതിൻ്റെ ഫലം ആ പ്രാണന്റെ പുറത്തേക്ക് വരും. ഒരിക്കൽ ദാവീദ് എന്ന് ഒരു ഗുഹയിൽ ശൗല് മുട്ടുമടക്കിയപ്പോൾ പുറകിൽ ഒളിച്ചിരുന്നതാണ്. ചെന്ന് ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അഗ്രം അങ്ങ് മുറിച്ചെടുത്തു. വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചിട്ടു. ഓർക്കണം, അഭിഷിക്തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അറ്റം അങ്ങ് മുറിച്ചെടുത്തു. മുറിച്ചെടുത്തതോടുകൂടി നിലവിളിക്കാൻ തുടങ്ങി. ആരാന്നറിയാം?
ദാവീദിന്റെ പ്രാണൻ. അപ്പോൾ തന്നെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു വേദനപ്പെട്ട് നിലവിളിക്കാം, നീ എന്താ ചെയ്തേ? ഇത്രയും നീ ഈ ശത്രുവിന്റെ മുമ്പാകെ ഓടേണ്ടി വന്നത് എന്താണെന്നറിയാവോ? നിന്റെ ശോധനയുടെ സമയമാണ്. ഈ സമയത്ത് നിന്റെ വാ കൊണ്ട് അനർത്ഥം പറയരുത്, കൈകൊണ്ട് ദോഷം പ്രവർത്തിക്കരുത്, യാതൊരു തരത്തിലും ദുഷ്കാര്യത്തിൽ ഇടപെടരുത്. കാരണം നീ ഈ കാര്യം ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കഷ്ടകാലം അപ്പം നിൽക്കും. അത് ശരിയാണ്. ഇന്ന് ദാവീദിനെ കൊന്നു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം, ഭൗതിക പ്രശ്നം തീർന്നു, പക്ഷേ നിന്റെ പ്രാണൻ അപകടത്തിലായി. അതുകൊണ്ട് നിന്റെ പ്രാണന് ദൈവം നിത്യരാജ്യത്വം കൊടുക്കാൻ വേണ്ടി ഇന്ന് നടത്തിക്കൊണ്ട് പോകുമ്പോൾ പെറുപെറുക്കരുത്. ഒരു കാര്യം ചെയ്താൽ മതി, ഈ ജീവിത സാഹചര്യം മുഴുവൻ ഒരു എൻ്റെ ആശ്രയം അറ്റുപോയി, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, കഠിന ശോധന എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു, ഇനി ഞാൻ ഇതിൽ നിന്ന് കയറുകയില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തോളണം. മൗനമായിട്ട് ദൈവത്തെങ്കിലേക്ക് നോക്കി ഒരാൾ സ്തബ്ധമായിട്ടിരിക്കുന്നുണ്ട്. സ്വന്തം പ്രാണൻ എന്ത് തീരുമാനം ഇപ്പം എടുക്കുന്നു? ഒരാളെ ഒരു സ്ഥലത്ത് രണ്ട് കണ്ണുറിയാൻ പാടില്ലാത്ത ഒരാളെയും കൊണ്ട് കൈ പിടിച്ചുകൊണ്ട് പോവുക. ഭിക്ഷക്കാരാ. ഈ കൊണ്ടുപോകുന്ന ആൾ മദ്യപാനിയാണ്, മറ്റേ ആൾ പാവം, രണ്ട് കണ്ണും അറിയാൻ പാടില്ല, ഒരു കണ്ണടയും വെച്ചിട്ടുണ്ട്. ഈ കൈക്ക് പിടിച്ചോട്ട് പോയി കൂടെ നടക്കുന്ന ആൾ, അയാൾക്ക് കണ്ണും അറിയാം, അയാൾ ഒരു ദുഷ്പ്രവൃത്തിക്കാരനാണ്, പോകുന്ന വഴിക്കെല്ലാം വഴക്കുണ്ടാക്കും, ഇടയ്ക്ക് മദ്യഷാപ്പിലും കയറും. ഇങ്ങനെ വന്ന് ഒരു കടയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. എടുക്കുമ്പോൾ ഈ കണ്ണും അറിയാൻ പാടില്ലാത്ത കണ്ണുപൊട്ടനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കണ്ണുപൊട്ടൻ ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ ഇന്ന സ്ഥലത്താണ്. ബസ് സ്റ്റോപ്പിലേക്ക് എന്തോരമുണ്ട്? കുറച്ചുണ്ട്, ഉണ്ടായിരിക്കും അവിടെ, ഈ കൂടെ നിന്നവൻ പറഞ്ഞു. അവൻ മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നതിലേക്ക് ഒരാൾ വന്നതിന് ശേഷം ചോദിച്ചു, ആ കടയുടെ ഈ സൈഡിൽ നിന്ന് ഇച്ചിരി അങ്ങ് മാറി നിൽക്കണം. അപ്പോൾ കൂടെ വന്ന ഈ കണ്ണില്ലാത്ത ആളെ കൈ പിടിച്ചേക്കുന്ന ആൾ പറയാം, നിങ്ങളുടെ സ്വന്തമാണോ? ഇത് പെരുവഴിയാണ്. സംഗതി വാക്കുകൾക്കായി പ്രശ്നമായി. പാവം ആ കണ്ണില്ലാത്ത മനുഷ്യൻ നിന്ന് രണ്ട് കണ്ണിലൂടെയും കണ്ണുനീര് വരിക. കാരണം എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ വഴിയാധാരമായി തീർന്നത് ആ മനുഷ്യനാണ്. കർത്താവ് ഈ വഴക്കും പ്രശ്നങ്ങളും എല്ലാം നടക്കുമ്പോഴും മൗനമായിട്ട് ആരോടും പറയാനില്ലാതെ എന്ത് സംഭവിക്കുമെന്ന് കരുതി നോക്കിയിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭയെ ഈ നാളുകളിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ, വിവിധ സാഹചര്യങ്ങളിൽ നമ്മൾ ശോധന ചെയ്യപ്പെടുമ്പോൾ ഓർത്താൽ മതി, ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർത്താൽ മതി. ആ രണ്ട് കണ്ണുമില്ലാത്ത മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്ന് നോക്കി സ്തബ്ധമായി നിൽക്കുന്നത് പോലെ നമ്മുടെ പ്രാണൻ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് തീരുമാനമെടുക്കും, എന്ത് പറയും, നമ്മൾ എന്ത് പ്രവർത്തിക്കും എന്നുള്ളത് ശ്രദ്ധയോടെ നടുങ്ങി നോക്കി നിൽക്കുകയാണ്. കർത്താനുസ്തോത്രം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അനുഭവിക്കാത്തതുമായ നിലയിൽ കൂടി കടന്നു പോകേണ്ടുന്ന സന്ദർഭമാണത്. ആ സന്ദർഭത്തിൽ കടന്നു പോകുമ്പോഴും എന്ത് പ്രവർത്തിക്കും, എന്ത് സംസാരിക്കും? ഈ സമയത്ത് യേശാവിനെ പോലെ വിശന്ന് മരിക്കാൻ പോവുകയാണ്. അവൻ്റെ പ്രാണൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, നടുങ്ങി സ്തബ്ധമായി നോക്കിയിരിക്കുക, ദൈവത്തെ നോക്കി. എന്ത് സംഭവിക്കും? ഇവൻ തള്ളിപ്പറഞ്ഞാൽ ഭക്ഷണം കിട്ടും, ജഡം ജീവിക്കും, ഞാൻ മരിച്ചു. മരിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചു, ദൈവം അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതിനൊക്കെ വിശ്വാസമില്ല. നോക്കിയിരിക്കെ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്ന് തൻ്റെ വായ കൊണ്ട് പറഞ്ഞു. ആ പ്രാണന്റെ
ആ പ്രാണന്റെ സകല ഭാവിയും അതോടുകൂടി തീർന്നു. ആ പ്രാണന്റെ അനുഭവം മറ്റൊന്നായി തീർന്നു. അത് നഷ്ടപ്പെട്ട് നശിച്ചു പോകാനിടയായി തീർന്നു. വചനം പറയുന്നത് ഇതാ അതിദുർഘടമായ സ്ഥലത്തുകൂടി, പ്രതിസന്ധിയിൽ കൂടി, സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി, ജീവിത പ്രതിസന്ധിയിൽ കൂടിയും കടന്നു പോകുമ്പോൾ ദൈവസഭയെ ഓർത്തുകൊള്ളണം. നിന്റെ പ്രാണൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം. എന്തു സംഭവിക്കും? എന്തു സംഭവിക്കും? കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുക. ഒരിക്കലും ഒരിക്കലും ശത്രുവുമായി മരണവുമായി ഉടമ്പടി ചെയ്യരുത്. ജഡത്തിൽ എന്ത് സംഭവിക്കുമെന്ന് വന്നാലും അതിനുവേണ്ടി ചിന്തിക്കരുത്, അതിനുവേണ്ടി കീഴടങ്ങരുത്. നിശ്ചയം ദൈവത്തെ നോക്കി മൗനമായിരിക്കുമ്പോൾ, പറഞ്ഞല്ലോ, കേട്ടല്ലോ, ശത്രുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല് മുറിച്ചതുകൊണ്ട്, വസ്ത്രത്തിൻ്റെ ഒരു കോൺ അല്പം ഒരു കത്തി കൊണ്ട് മുറിച്ചെടുത്തതിന് ദാവീദിന്റെ പ്രാണൻ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. കർത്താവിന്റെ സാധനം ശത്രുവായ ശൗലിനെ കണ്ടപ്പോൾ മുതൽ, ശത്രുവായ ശൗല് ഗുഹയിൽ കണ്ടപ്പോൾ മുതൽ ദാവീദിന്റെ പ്രാണൻ വിഷമിക്കാൻ തുടങ്ങിയതാ. കാരണം ഏതെങ്കിലും തരത്തിൽ അവിവേകം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശൗലിനെ കൊല്ലാം, ഇവൻ ബന്ധനത്തിൽപ്പെടും. അത് ശ്രദ്ധിച്ചു നോക്കിയിരിക്കുകയാണ്. അവസാനം ഒന്നും ചെയ്തില്ല, പക്ഷേ ഒരു വസ്ത്രത്തിന്റെ ഭാഗം മുറിച്ചു. അതോടുകൂടി വേദനയായി. അതിനുള്ള പരിഹാരം അവർ ചെയ്തതിന് ശേഷമാണ് പ്രാണൻ അടങ്ങിയത്. എത്ര നാളത്തെ ജീവിതം? എത്ര നാളത്തെ? ഇത്രയും കാലത്തേക്കോളം ഇനി ഏതായാലും ജീവിക്കില്ല. എത്ര നാളത്തെ? ഇന്ന് കാണുന്നതും നാളെ ഇല്ലാതായി പോകുന്നതായി ഈ ആവി. ഈ ആവിക്ക് വേണ്ടിയിട്ട്, ഈ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രാണനോടൊരു ദോഷം നമ്മൾ ചെയ്യരുത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജഡത്തിന് കീഴടങ്ങി കൊടുക്കാതെ, ജഡത്തിന് കീഴ് കൊടുക്കാതെ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്ന പ്രാണന്റെ പക്ഷം നിന്നുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? പേടിക്കണ്ട, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനത്തിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പോലെ, അമ്മയുടെ ഒരു അടുക്കൽ മുല കൂടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അമ്മയുടെ അടുക്കൽ, എൻ്റെ അടുക്കൽ മുല കൂടി മാറിയതുപോലെയാവുന്നു. അവനോട് ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുക, എൻ്റെ ആത്മാവെ നീ വിഷമിക്കണ്ട, എൻ്റെ ഉള്ളമേ നീ ഭാരപ്പെടണ്ട. നിനക്ക് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല, നിനക്കൊരു ദോഷം വരുന്നത് ഞാൻ പറയില്ല, നിനക്കൊരു ദോഷം വരുന്നത് ഞാൻ അനുഭവിക്കില്ല. ആശ്വസിപ്പാൻ കഴിയുന്നവൻ വിവേകി എന്നാണ് അവൻ്റെ പേര്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഇരിക്കുന്ന ഒരുവനെ കൊല്ലേണ്ടതിന് നിങ്ങൾ എത്രത്തോളം ആക്രമിക്കും, എത്രത്തോളം ആക്രമിക്കും. കർത്താവിന് സ്തോത്രം. പക്ഷേ കൊല്ലാനല്ല അവരുടെ ഉദ്ദേശം. അതാണ് അതിൻ്റെ കാര്യം. ആള് മരിക്കാറായി. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഇവൻ്റെ കയ്യാൽ മരിക്കുകയുള്ളൂ, ഒരു ദിവസം ഞാൻ ഇവൻ്റെ കയ്യാൽ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മരിക്കാൻ തയ്യാറായി. പക്ഷെ വന്നവരുടെ ഉദ്ദേശം കൊല്ലാനല്ല. പിന്നെയോ അവരുടെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്ര നിരൂപിക്കുന്നു. ഓ ഹല്ലേലൂയ! നിനക്കൊരു പദവി ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ ദൈവം നിനക്കൊരു പദവി തന്നിട്ടുണ്ടെന്ന് ഓർത്തുകൊള്ളണം. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് നിന്റെ പ്രാണന്റെ പേടി. ആ പദവിയിൽ നിന്ന് നിന്നെ തള്ളിയിടുവാൻ അവർ നിരൂപിക്കുമ്പോൾ വചനം പറയുന്നത്, നിങ്ങൾ എന്നെ കൊല്ലേണ്ടതിന് എത്രത്തോളം എന്നെ ആക്രമിക്കും. സങ്കീർത്തനക്കാരന്റെ തീരുമാനമാണ്, കൊന്നാലും മരിച്ചാലും മരിച്ചാലും എൻ്റെ പ്രാണന് ദോഷമായിട്ട് ഞാനൊരു വാക്ക് പറയില്ല, എൻ്റെ പ്രാണന് വിരോധമായി ഞാനൊരു പ്രവൃത്തി ചെയ്യില്ല. ഒറ്റ വാക്ക് മതി. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ എന്തിനാണ് ഈ കഷ്ടകാലം അനുഭവിക്കണേ? ഞാൻ ഈ കഷ്ടകാലം അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ വാക്ക് ഞാൻ പ്രസംഗിച്ചാൽ മതി. ഇത് അവിടെ ഇറങ്ങി നിന്നതിന് ശേഷം, ആ സഭയുടെ പുറത്തേക്ക് ഇറങ്ങി നിന്നതിന് ശേഷം, ഇതാ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് എല്ലാവരും പരിച്ഛേദനയേറ്റ് ആ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ നിങ്ങൾ സഭയിൽ വന്നുകൊണ്ടും പ്രയോജനമില്ല എന്നൊരു വാക്ക് പ്രസംഗിച്ചാൽ മതി, എന്ന് പ്രസംഗിച്ചാൽ മതി. അന്ന് പൗലോസിനെ എല്ലാവരും എടുത്തുകൊണ്ട് നടക്കും. പൗലോസിനെ എല്ലാവരും എടുത്തുകൊണ്ട് നടക്കും. ഈ പീഡ വരുമ്പോഴും അകത്ത് യുദ്ധം, പുറത്ത് അകത്ത് ഭയം, പുറത്ത് യുദ്ധം, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്,
കള്ളന്മാരുടെ ആവത്ത്, കള്ള സഹോദരന്മാരുടെ ആവത്ത്, ഇത് മുഴുവനും നീങ്ങുമ്പോഴും എൻ്റെ പ്രാണൻ, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. കാരണം ഈ ദുർഘടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവൻ എന്ത് പറയും? അപകടത്തിലാവുന്നത് ഞാനാണ്. എന്നാൽ വിവേകിയായ സംഗീതക്കാരൻ പറയാം, എൻ്റെ ഉള്ളമേ ഭയപ്പെടണ്ട, ദൈവത്തെ വിശ്വസിക്കുക. ദൈവത്തെ നോക്കി മൗനമായിരുന്നു, ദൈവത്തെ വിശ്വസിക്കുക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവമാവുന്നു. ഇനി ഞാൻ അവനെ സ്തുതിക്കും. ഞാൻ മറ്റൊരാളെ ആശ്രയിക്കില്ല, ഞാൻ ജഡത്തെ ആശ്രയിക്കില്ല, ഞാൻ ജഡത്തിന് കീഴടങ്ങില്ല. ഇന്ന് കർത്താവിൻ്റെ സന്നിധി തീരുമാനമായിരിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, സങ്കീർത്തനക്കാരൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവർ പദവിയിൽ നിന്ന് തള്ളിയിടാനാണ് തീരുമാനിച്ചേക്കണേ, പദവിയിൽ നിന്ന് ഇവനെ തള്ളിയിടാനാണ് തീരുമാനിച്ചേക്കണേ. എന്നാൽ ഇവൻ തീരുമാനിച്ചേക്കണം അങ്ങനെയല്ല. ഞാൻ മരിക്കാൻ തീരുമാനിച്ചേക്കുക. നിങ്ങളൊരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും? അവൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനും അപ്പുറമില്ലല്ലോ. കർത്താവിന് സ്തോത്രം. അതിനും അപ്പുറമില്ലല്ലോ. മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറമില്ലല്ലോ. ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിന് ഞാൻ മരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, ശരി ഞാൻ മരിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? സങ്കീർത്തനക്കാരൻ അങ്ങനെ തീരുമാനിച്ചേക്കുക. പക്ഷെ മറ്റവരുടെ ഉദ്ദേശം അതല്ല. കൊല്ലണ്ട, പദവിയും തള്ളിയിടണം. ആ പദവിയും തള്ളിയിടണം. ദൈവം തന്നിരിക്കുന്ന പദവി, ദൈവം തന്നിരിക്കുന്ന സ്ഥാനം, അത് എത്ര വലുതെന്ന് മനസ്സിലാക്കി. കർത്താവ് സ്തോത്രം. മനുഷ്യനല്ല, ദൈവത്താൽ തന്നിരിക്കുന്ന ആ സ്ഥാനത്തിൻ്റെ മഹത്വം അത് എത്ര വലുതെന്ന് മനസ്സിലാക്കി. അത് അറിയുന്ന ഒരു പ്രാണൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ആ പ്രാണൻ അറിയുന്നു. ആ പദവി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രാണൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുകയാണ്. ആ മൗനമായിരിക്കുമ്പോൾ നമ്മുടെ ശോധനകളിൽ കൂടി എല്ലാം നമ്മൾ കടന്നു പോകുമ്പോഴും യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാം വാഴ്ത്തപ്പെടുവാറാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാം മഹത്വപ്പെടുവാറാണ്. അതിനപ്പുറം ഒന്നും വേണ്ട. ശത്രു ലജ്ജിച്ച് പിന്തിരിയട്ടെ. പദവിയിൽ നിന്ന് തള്ളിയിടുവാൻ നോക്കുന്നവൻ ലജ്ജിച്ച് പിന്തിരിയട്ടെ. സംഗീതക്കാരൻ പറഞ്ഞതുപോലെ, ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഇരിക്കുന്ന എൻ്റെ നിങ്ങൾ എന്തിനാ ഈ കൊല്ലാൻ നോക്കുന്നത്? എന്തിനാ കൊല്ലാൻ നോക്കുന്നത്? പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, മരിക്കാൻ തീരുമാനിച്ചു. പിന്നെ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ? ഒന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും അവൻ്റെ പ്രാണൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്ത് സംഭവിക്കും? കർത്താവിന് സ്തോത്രം. ഒന്നും സംഭവിച്ചില്ല. അവൻ്റെ പ്രാണന് ദൈവം നിത്യശാന്തി, നിത്യാവകാശം, നിത്യരാജത്വം കൊടുത്തു. അവനത് പ്രാപിച്ചെന്നും ദൈവസന്നിധിയെ ദൈവഭാഗെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് തന്നിരിക്കുന്ന സ്ഥാനവും, കർത്താവ് തന്നിരിക്കുന്ന മാന്യതയും, കർത്താവ് തന്നിരിക്കുന്ന പദവിയും നഷ്ടപ്പെട്ടു പോകാതെ, അത് നശിച്ചു പോകാതെ വണ്ണം നാം സൂക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം പ്രതികൂലമായി വരുമ്പോഴും, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും ഞെരുക്കവും എല്ലാം വരുമ്പോഴും നമ്മുടെ ഉള്ളം, നമ്മുടെ പ്രാണൻ ദൈവത്തെ നോക്കി മൗനമായി നോക്കിയിരിക്കുക. കർത്താവിന് എന്ത് സംഭവിക്കും? കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ശത്രുവിനോട്, ജഡത്തോട്, ലോകത്തോട് ഒത്തുതീർപ്പ് നമുക്ക് വേണ്ട. പ്രാണത്യാഗത്തോളം പാവത്തോട് എതിർത്ത് നിൽക്കാം. മരിക്കാൻ തീരുമാനിച്ചാൽ പരീക്ഷ എവിടെ? പിന്നെ ഭക്ഷണത്തിന് എന്ത് വില? ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി നിന്റെ ഭക്ഷണം എനിക്ക് എന്തിന്? നിന്റെ ആ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുക. ഞാൻ നിനക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാനാണ് തീരുമാനിച്ചിരിക്കണം. പിന്നെ നിന്റെ ഭക്ഷണം എനിക്ക് തരാം. ആ തീരുമാനം വരുമ്പോൾ കാര്യങ്ങളുടെ ഗതി മാറും. ശാസ്ത്രക്ക് മേശക്ക് അഭേദനകോ പറഞ്ഞതുപോലെ, അവന് ദൈവത്തിന്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ വിടുവിക്കും. ഇനി വിടുവിച്ചില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, വിഗ്രഹത്തെ നമസ്കരിക്കുമെന്ന് വിചാരിക്കേണ്ട. അത് മനസ്സിലാക്കിയിരുന്നു. ഞങ്ങൾ ചെയ്യില്ല. കാര്യങ്ങളുടെ ഗതി അവിടെ മാറി. രാജാവിൻ്റെ മുഖഭാവം മാറി. തീച്ചൂളയിൽ ഇറങ്ങി ഉന്നതത്തിലിരിക്കുന്നവൻ അവനും പ്രവർത്തിച്ചു. കർത്താവിന് സ്തോത്രം. ഒരു കാര്യമുണ്ട്, തീയിൽ വീഴുമ്പോഴും ആർത്ത് സന്തോഷിക്കുന്ന ഒരു പ്രാണൻ അവരുടെ ഉള്ളിലുണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോരും. ആർത്ത് സന്തോഷിക്കുന്ന ഒരു പ്രാണൻ. കാരണം തീയിൽ വീണപ്പോൾ ഉറപ്പായി സ്വർഗീയ അവകാശം, സൈന്യങ്ങളുടെ ദൈവം, എൻ്റെ അവകാശത്തിൻ്റെയും പാരവാദത്തിൻ്റെയും പങ്ക് യഹോവയാകുമെന്ന് അവർക്ക് ഉറപ്പുറാക്കാൻ കഴിഞ്ഞു.
കർത്താവിന് സ്തോത്രം. തീയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഓ, അവൻ്റെ പ്രാണന്റെ ആ അപ്പത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ആ തീയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, തീയിൽ നിന്ന് എല്ലാവരും വന്ന് ശദ്രക്ക് മേശയ്ക്ക് അവതരവേ നിങ്ങൾ പുറത്തേക്ക് വാ എന്ന് രാജാവ് കൽപ്പിച്ച്, ആ കൽപ്പനയാൽ ഈ ഇവര് ഈ 3 ബാലന്മാർ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രാണൻ എങ്ങനെ ഇരിക്കുന്നു? ഓ ഹല്ലേലൂയ. ഇത്രയും നേരം പരീക്ഷയിലും ശോധനയിലും തീച്ചൂളയിലേക്ക് അകത്തേക്ക് ഇടാൻ പോകുമ്പോഴേക്കും തീച്ചൂള 7 ഇരട്ടിയായി ചൂട് മടങ്ങി പഠിക്കുമ്പോഴേക്കും ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും അഭേദനകോപിൻ്റെയും ഉള്ളം പ്രാണൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്ത് സംഭവിക്കും? തീയിലിട്ടു, പുറത്തേക്ക് വന്നു. സ്തോത്രം. എന്നുള്ളമേ സ്തുതിക്കാ നീ പരനെ താൻ മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. അവരോടാണ് പറയണ്ടത്. അവരാണ് ആ പാട്ട് പാടുന്നത്. എന്ത് പാട്ട് പാടണം? എൻ്റെ ഉള്ളവേ സ്തുതിക്ക, പരനെ സ്തുതിക്ക, എൻ്റെ സർവ്വ അന്തരംഗമേ അവനെ സ്തുതിക്ക്. അവൻ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ രക്ഷ ഉറപ്പായിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ജഡത്തിന് കീഴ്പ്പെട്ടു പോകരുത്. എന്നാൽ ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയാണ് ഒരു മനുഷ്യനിരിക്കുന്നത്. എപ്പോൾ വീഴുമെന്ന് അറിയാൻ പാടില്ല. ആടിക്കൊണ്ടിരിക്കുക. ചാഞ്ഞ മതിലറിയാം, ഏത് സമയത്തും വീഴാം. അങ്ങനെ ഒരു മനുഷ്യനായിട്ടിരിക്കുക. പക്ഷേ ഉപദ്രവത്തിനൊരു കുറവുമില്ല. അവരുടെ ഉദ്ദേശം കൊല്ലാനല്ല, പദവി മാറണം, പദവി ഇല്ലാതാവണം. എന്നാൽ ആ ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഉള്ളവൻ തീരുമാനിച്ചേക്കുക, മരിക്കും തയ്യാറാ. പക്ഷെ പദവി വിട്ടിട്ടൊരു ജീവിതം വേണ്ട. പദവി വിട്ടിട്ട് ഇവിടെ ജീവിക്കണ്ട. അവകാശം വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. അതൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്മേൽ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ തീരുമാനത്തിന്മേൽ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവന് ബഹുമാനം കൊടുക്കുക, അവന് മഹത്വം കൊടുക്കുക. കർത്താവിന് സ്തോത്രം. തോറ്റുപോകരുത്. ഹല്ലേലൂയ. സിയോൻ സൈന്യമേ ഉണർന്നിടുക, ഒരു നീ ജയ